ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ ആപ്പിളിൻ്റെ ഐഫോൺ തന്നെ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐഫോൺസിനെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. പിന്നെ പല ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ലിസ്റ്റ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പം ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണുകൾ എവിടെയാണ് കണ്ടത് എന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഐഫോൺ എടുക്കുമ്പോൾ ഇപ്പം 128 GB ഇന്റേൺ വെർഷൻ എടുക്കണോ, അല്ലെങ്കിൽ 256 GB ഇന്റേൺ വെർഷൻ എടുക്കണോ, അല്ലെങ്കിൽ 512 GB ഇന്റേൺ വെർഷൻ എടുക്കണോ എന്നുള്ളതൊക്കെയാണ്. ഇപ്പം നിങ്ങൾ ഇതിൽ ഏത് ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഏത് വെർഷൻ എടുക്കണം എന്ന് ചോദിച്ചാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് പേഴ്സണൽ യൂസിനനുസരിച്ചിട്ടാണ്. ഇപ്പം എൻ്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഐഫോൺ 15ഉം 16ഉം ഒക്കെ എടുത്തപ്പം 128 GB ഇന്റേൺ വെർഷനാണ് എടുത്തത്. ഇപ്പം ഐഫോൺ 15 എടുത്തിട്ട് 1.25 കൊല്ലമായി. ഇപ്പം ഐഫോൺ 16 എടുത്തിട്ട് 3 മാസത്തോളമായി. ഇപ്പം ഞാൻ 128 GB ഇന്റേൺ വെർഷൻ എടുത്തിട്ടും ഇതുവരെ എൻ്റെ മെമ്മറി ഫുള്ളായിട്ടില്ല. അപ്പം അത് ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം പോലും വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അധികം ഫോട്ടോസ് എടുക്കാറില്ല, അതുപോലെ തന്നെ വീഡിയോസും എടുക്കാറില്ല. അതുകൊണ്ടാണ് മെമ്മറി അങ്ങനെ ഇപ്പോഴും ഫുള്ളാവാതെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാര്യമായിട്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 128 GB ഇന്റേൺ വെർഷൻ മതി. ഇനി അതല്ല, നിങ്ങൾ അത്യാവശ്യം കുറച്ചൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 128 GB ഇന്റേൺ വെർഷൻ ഒഴിവാക്കിയിട്ട് 256 GB ഇന്റേൺ വെർഷനിലോട്ട് വരാവുന്നതാണ്. ഇനി നിങ്ങൾ കുറേ വീഡിയോസും എല്ലാം ഫോട്ടോ ആക്കിയിട്ട് എടുക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ 256 GB ഇന്റേൺ വെർഷൻ ഒഴിവാക്കിയിട്ട് 512 GB ഇന്റേൺ വെർഷനിലോട്ടും പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ യൂസിനനുസരിച്ചിട്ട് ഏത് ഇന്റേൺ വെർഷൻ എടുക്കണം എന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്യാം. എന്തായാലും നമ്മൾ ലിസ്റ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 43,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഐഫോൺ 13 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഞാൻ പൊതുവെ ഐഫോൺ 13 ഒന്നും അധികം റെക്കമെൻഡ് ചെയ്യാറില്ല. ഒന്നുകിൽ ലേറ്റസ്റ്റ് അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വരുന്ന സീരീസ് മാത്രമാണ് റെക്കമെൻഡ് ചെയ്യാറ്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഐഫോൺ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഐഫോൺ 13 എടുക്കാവുന്നതാണ്. ഇപ്പം ഇതിൽ 6.1 ഇഞ്ചിൻ്റെ റെക്ടിന OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വലിയ നോച്ച് കൊടുത്തിട്ടുണ്ട്. 60 Hz റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. A15 ബയോണിക് ചിപ്പാണ് വരുന്നത്. 12+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ സിനിമാറ്റിക് വീഡിയോയുടെ ഫീച്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3240 mAh ബാറ്ററിയാണ് വരുന്നത്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 43,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ 54,400 രൂപ പ്രൈസ് റേഞ്ചിൽ ഐഫോൺ 14 ഉണ്ട്. പക്ഷേ ഏകദേശം സിമിലർ ഫീച്ചേഴ്സാണ് വരുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് ഐഫോൺ 15 ആണ്. 61,500 രൂപ പ്രൈസ് റേഞ്ചിൽ. പൊതുവെ ഐഫോൺസിൻ്റെ കാര്യത്തിൽ ഞാൻ ബേസിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോൺ ഇതാണ്, ഐഫോൺ 15. ഇപ്പം ഇതിൽ 6.1 ഇഞ്ചിൻ്റെ റെക്ടിന OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇതിൽ ഡൈനാമിക് ഐലൻഡിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. വലിയ നോച്ചല്ല, ഡൈനാമിക് ഐലൻഡാണ് വരുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ വരുന്നുണ്ട്. കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. A16 ബയോണിക് ചിപ്പാണ് വരുന്നത്. 48+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 3349 mAh ബാറ്ററിയാണ് വരുന്നത്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 61,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ഇതല്ലാതെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ഐഫോൺ 16e എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചർ ഈ ഒരു 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. 18 ബയോണിക് ചിപ്പ് ഇതിൽ വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചില ഡൗൺ ഗ്രേഡ്സും വരുന്നുണ്ട്. ഇപ്പം ഇതിൽ വലിയ നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഐഫോൺ 15 ഡൈനാമിക് ഐലൻഡ് ഒന്നും വരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനിൽ വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഐഫോൺ 15 നോക്കുക. അതല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചർ വേണമെന്നുണ്ടെങ്കിൽ 16eയും നോക്കാവുന്നതാണ്. പിന്നെ വേറെയും കാര്യങ്ങളുണ്ട്. ഇതിൽ ഫോണിൻ്റെ ബാക്കിൽ 48 മെഗാ പിക്സൽ സിംഗിൾ ക്യാമറ സെൻസറാണ് വരുന്നത്. പിന്നെ 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും മിസ്സിംഗ് ആണ്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 7.5 വാട്ടിൻ്റെ വയർലെസ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചർ വേണമെന്നുണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഐഫോൺ 15 കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് അതിനേക്കാൾ വലിയൊരു സ്ക്രീൻ സൈസും ബാറ്ററി കപ്പാസിറ്റിയും വേണമെന്നുണ്ടെങ്കിൽ ഐഫോൺ 15 പകരം 15+ എടുക്കാം. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ വില 69,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വരുന്നുണ്ട്. അതിൽ കുറച്ചും കൂടി വലിയ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള 4383 mAh ബാറ്ററിയും വരുന്നുണ്ട്. ബാക്കി സിമിലർ ഫീച്ചേഴ്സാണ്.
അപ്പം 69,000 രൂപ പ്രൈസ് റേഞ്ചിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സീരീസിൽ വരുന്ന ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ ഐഫോൺ 16 സീരീസ് 72,400 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ വരുന്നുണ്ട്. 72,400 രൂപ പ്രൈസ് റേഞ്ചിൽ ഐഫോൺ 16 വരുന്നുണ്ട്. ഇതിൽ 6.1 ഇഞ്ചിൻ്റെ സൂപ്പർ റെക്ടിന XDR OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡൈനാമിക് ഐലൻഡ് ഒക്കെ ഇതിലും വരുന്നുണ്ട്. ഇതിലും കൂടി റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ 18 ബൈണി ചിപ്പാണ് കൊടുത്തിരിക്കുന്നത്. 48+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 3561 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 25 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 72,400 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി വലിയൊരു സ്ക്രീൻ സൈസും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയും വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം 16+ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് ആണ്, പക്ഷേ വലിയ 6.7 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസും വരുന്നുണ്ട്. 4674 mAh ബാറ്ററിയും വരുന്നുണ്ട്. അപ്പം 83,000 രൂപ പ്രൈസ് വെച്ചിട്ട് അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് പ്രോ വെർഷൻസ് വേണമെന്നുണ്ടെങ്കിൽ 1,13,000 രൂപ പ്രൈസ് വെച്ചിട്ട് ഐഫോൺ 16 പ്രോ വരുന്നുണ്ട്. ഇതിൽ 6.3 ഇഞ്ചിൻ്റെ സൂപ്പർ XDR OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡൈനാമിക് ഐലൻഡ് കൊടുത്തിട്ടുണ്ട്. 18 Pro ബൈണി ചിപ്പാണ് വരുന്നത്. 48+12+48 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 3582 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം 1,13,000 രൂപ പ്രൈസ് വെച്ചിട്ട് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഐഫോൺ 16 പ്രോ മാക്സും വരുന്നുണ്ട്. 1,36,000 രൂപ പ്രൈസ് വെച്ചിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ ഏകദേശം സിമിലർ ഫീച്ചേഴ്സ് ആണ്, പക്ഷേ വലിയ 6.9 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള 4685 mAh ബാറ്ററിയും വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ആപ്പിളിൻ്റെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പം കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐഫോൺസ്. ഇപ്പം ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.